മൂന്നാം ഭാഗത്തിൽ നമ്മൾ കണ്ടു ഗോപയ്യ ശാന്തിയെ ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിലേക്ക് കൊണ്ടുവരുന്നു. ശാന്തി അഭിനയിക്കുകയാണ് എന്ന് കരുതി മാലിനി ശാന്തിയെ സൂചി കൊണ്ട് കുത്തുന്നു. ശാന്തി അത് മിണ്ടാതെ സഹിച്ചുകൊണ്ട് കിടക്കുന്നു. രാത്രി കിടക്കയിൽ കിടക്കുന്ന ശാന്തിയെ മാലിനി ശക്തമായി ചവിട്ടുന്നു. അതുകാരണം ശാന്തി താഴേക്ക് വീഴുന്നു. രാവിലെ ആയപ്പോൾ മാലിനി ചൂട് പാലെടുത്ത് ശാന്തിയുടെ കാലിൽ ഒഴിക്കുന്നു. അതിനുശേഷം ശാന്തിയും മാലിനിയും ഗോപയുടെ അടുത്ത് വന്ന് പറയുന്നു. തുടർന്ന് എന്തുണ്ടായി എന്ന് നമുക്ക് ഈ ഭാഗത്തിൽ കാണാം. ഗോപയ്യ ജോലിക്ക് പോകുന്നതിന് മുന്നേ ശാന്തിയെയും മാലിനിയെയും അടുത്തേക്ക് വിളിക്കുന്നു. രണ്ടുപേരും പുറത്തു വരുന്നു. അപ്പോൾ ഗോപയ്യ പുറത്തെ കട്ടിലിൽ ഇരിക്കുകയായിരുന്നു. പറയൂ അച്ഛാ. നോക്ക് മക്കളെ, നിങ്ങൾ രണ്ടുപേരും എനിക്ക് ഒരുപോലെയാണ്. ഒരാളെ കുറവും ഒരാളെ കൂടുതലുമായി കാണാൻ കഴിയില്ല. എനിക്കങ്ങനെ ചെയ്യാൻ അറിയില്ല. മക്കളെ, നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് സന്തോഷമായിരിക്കൂ. ഞാൻ ചേച്ചീനെ ഒന്നും ചെയ്തിട്ടില്ല. ചേച്ചി എന്നോട് നന്നായി സംസാരിക്കാറില്ല. എന്റെ ഒപ്പം കളിക്കാൻ വരാറുമില്ല. ഞാൻ കളിക്കുമ്പോൾ എന്നെ വന്ന് വഴക്കു പറയും. അല്ലച്ചാ, പുറത്ത് നല്ല വെയിലായതുകൊണ്ട് പുറത്ത് കളിക്കേണ്ട എന്നാണ് ഞാൻ പറഞ്ഞത്. ശരി ശരി, രണ്ടുപേരും നല്ല കുട്ടികളായിരിക്കൂ. ഞാൻ ജോലിക്ക് പോയിട്ട് വരാം. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഗോപയ്യ ടിഫിൻ ബോക്സും എടുത്ത് ജോലിക്ക് പോകുന്നു. ശാന്തി കിണറിനരികെ പോയി വെള്ളം കോരുന്നു. മാലിനി അത് കണ്ടപ്പോൾ പെട്ടെന്ന് കിണറിനടുത്തേക്ക് ചെല്ലുന്നു. ചേച്ചി, വെള്ളം എന്തിനാ? തുണി കഴുകാനാണ് മോളെ. നീ പോയി കട്ടിലിൽ ഇരുന്നോ. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ശാന്തി അകത്തേക്ക് പോയി. അതുകൊണ്ട് മാലിനി കിണറിന്റെ അടുത്തുനിന്ന് അടുപ്പിന്റെ അടുത്തേക്ക് പോകുന്നു. മാലിനി അടുപ്പിലെ ചാരമെടുത്ത് വെള്ളത്തിന്റെ ബക്കറ്റിലിടുന്നു. വെള്ളം മൊത്തം കറുപ്പാകുന്നു. ശാന്തി ഉള്ളിൽ നിന്ന് തുണികളെടുത്ത് പുറത്തേക്ക് വരുന്നു. നിറച്ചുവെച്ച വെള്ളം ശാന്തി കാണുന്നു. വെള്ളത്തിൽ മൊത്തം ചാരമാണെന്ന് അവൾ കണ്ടു. ശാന്തി ദേഷ്യത്തിൽ മാലിനിയെ നോക്കുന്നു. മാലിനി അവളെ നോക്കി പൊട്ടിച്ചിരിക്കുകയായിരുന്നു. ശാന്തിക്ക് ദേഷ്യം വന്നു. എന്നിട്ടും ശാന്തി ഒന്നും പറയാതെ വെള്ളം താഴേക്കൊഴിച്ചിട്ട് വീണ്ടും വെള്ളം കോരി നിറയ്ക്കുന്നു. മാലിനി ചിരിച്ചുകൊണ്ട് വീണ്ടും ചാരമെടുത്തു വരുന്നു. അത് വെള്ളത്തിലിടാൻ മാലിനി നോക്കുന്നു. അത് ശാന്തി കണ്ടു. അങ്ങനെ ചെയ്യല്ലേ, തുണികൾ കഴുകാനുള്ളതല്ലേ. വൈകുന്നേരം വരെ നീ കളിച്ചോ, ഞാൻ ഒന്നും പറയില്ല. മാലിനി ഒന്നും മിണ്ടാതെ ചാരം വെള്ളത്തിലിടുന്നു. എന്നിട്ട് അവിടുന്ന് ചിരിച്ചുകൊണ്ട് ഓടിപ്പോകുന്നു. അത് കണ്ട് ശാന്തിക്ക് ദേഷ്യം വരുന്നു. പക്ഷെ അവിടുന്ന് മാലിനി ഓടിപ്പോകുന്നത് കണ്ട് വീണ്ടും വെള്ളം കോരി തുണികൾ കഴുകുന്നു. മാലിനി വീടിന്റെ പുറത്തു വന്നു. മുറ്റത്തിരിക്കുന്ന തുണികൾ കഴുകുന്ന ശാന്തിയെ കാണുന്നു. എന്നിട്ട് സ്വയം ചിന്തിക്കുന്നു. നീ സമാധാനത്തിലിരിക്കുന്നത് കാണാൻ എനിക്കിഷ്ടമല്ല. എങ്ങനെയെങ്കിലും നിന്നെ ബുദ്ധിമുട്ടിക്കാം. വിടില്ല ഞാൻ. മാലിനി ഇങ്ങനെ ചിന്തിക്കാൻ തുടങ്ങുന്നു. കുറെ ആലോചിച്ചിട്ടും എങ്ങനെ ശാന്തി ബുദ്ധിമുട്ടിക്കാമെന്ന് മനസ്സിലാവുന്നില്ല. ഈ സമയത്തിനുള്ളിൽ അപ്പുറത്തെ വീട്ടിലെ പാർവതി വീട്ടിൽ വരുന്നു. ശാന്തി, ശാന്തി! തുണികൾ കഴുകുന്ന ശാന്തി പാർവതിയുടെ ശബ്ദം കേൾക്കുന്നു. എന്നിട്ട് അവളുടെ അടുത്തേക്ക് പോകുന്നു. പാർവതിയെ കണ്ട് മാലിനി ഒന്നും പറയാതെ നോക്കിയിരിക്കുന്നു. എന്തു പറ്റി ആന്റി? മലയിൽ ദേവിയുടെ പൂജയുണ്ട്. ഞാൻ അങ്ങോട്ട് പോവുകയാണ്. നീ പോരുന്നുണ്ടോ? ഇല്ല ആന്റി, ഞാൻ വീട്ടിലിരുന്നോളാം. മരുന്ന് കഴിച്ചിട്ട് കുറച്ചു നേരം ഉറങ്ങിക്കൊള്ളാം. ഇനി വരുന്നുണ്ടെങ്കിൽ സൂക്ഷിച്ചു വരണം. മലയുടെ അപ്പുറത്തും ഇപ്പുറത്തും മുഴുവൻ കാടാണ്. സൂക്ഷിച്ചു നടക്കണം. ഞാൻ വരുന്നില്ല, ആന്റി പോയിട്ട് വരൂ. പാർവതി ഒന്നും മിണ്ടാതെ അവിടുന്ന് പോകുന്നു. പാർവതി മലയിൽ ദേവിയുടെ പൂജ എന്ന് പറഞ്ഞതും മാലിനിക്ക് ഒരു ഐഡിയ കിട്ടി. മാലിനി സ്വയം ഇങ്ങനെ ആലോചിക്കുന്നു. മലയിലെ പൂജ മലയിലാണ് നടക്കുന്നത്. മല കയറാൻ ശ്രദ്ധ വേണം. അപ്പുറത്തും ഇപ്പുറത്തും മുഴുവൻ കാടാണെന്നാണ് കേട്ടത്. കാടിന്റെ കാര്യമൊന്നും എനിക്കറിയില്ല. പക്ഷെ ദേവിയുടെ അടുത്ത് കൊണ്ടുപോയി ആ മലയുടെ മേലിൽ നിന്ന് താഴേക്ക് തള്ളിയിട്ടാൽ ഇവൾ മരിച്ചുപോകും. അങ്ങനെ നിഷ്കളങ്കമായ മുഖമായി മെല്ലെ തുണികൾ കഴുകുന്ന ശാന്തിയുടെ അടുത്തേക്ക് മാലിനി പോകുന്നു. ശാന്തി മാലിനിയെ കാണുന്നു. എന്താ, പിന്നെയും ബുദ്ധിമുട്ടിക്കാൻ വന്നതാണോ? ഇവളെ ശല്യം ചെയ്യണ്ട, പണി കിട്ടും. ശാന്തി മാലിനിയെ കണ്ടിട്ടും ഒന്നും പറയാതെ തുണികൾ കഴുകുകയായിരുന്നു. ചേച്ചി. എന്താ മോളെ ഇത്ര സ്നേഹത്തോടെ വിളിക്കണേ? ഒന്നുമില്ല ചേച്ചി, ദേവിയുടെ പൂജ കാണണം. കൊണ്ടുപോകാമോ? ഞാനിന്ന് വിശ്രമിച്ചിരിക്കുകയാണ്. ആ സമയമാവുമ്പോഴേക്കും അച്ഛൻ വരും.
അച്ഛൻ നിന്നെ കൊണ്ടുപോകും. അതല്ല, അച്ഛൻ ജോലി കഴിഞ്ഞ് ക്ഷീണിച്ചല്ലേ വരാ. പിന്നെ മലയിലെ ദേവിയുടെ അടുത്തേക്ക് വന്നില്ലെങ്കിലോ? നമുക്ക് തന്നെ പോവാം. ഞാൻ പറഞ്ഞില്ലേ മോളെ, എനിക്ക് വയ്യ. നിനക്ക് പോവണമെങ്കിൽ പാർവതി ആന്റിയുടെ ഒപ്പം പൊക്കോ. നിന്നെ സൂക്ഷിച്ചു കൊണ്ടുപോയിട്ട് സൂക്ഷിച്ചു കൊണ്ടുവരും. ഞാനാണ് നിന്റെ അമ്മയും ചേച്ചിയും. നിനക്ക് എന്തെങ്കിലും വേണമെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി. നിന്നെ ഞാൻ നന്നായി നോക്കിക്കോളാം മോളെ. നിനക്കൊരു പ്രശ്നം വരാതെ ഞാൻ നോക്കിക്കോളാം മോളെ എന്നൊക്കെ പറഞ്ഞത് സത്യമായിരുന്നോ? എല്ലാം കള്ളമായിരുന്നു. മാലിനി അത് പറഞ്ഞപ്പോൾ ശാന്തിക്ക് ഭയങ്കര വിഷമമാകുന്നു. കാരണം ഈ കാര്യങ്ങളൊക്കെ ശാന്തി മാലിനിയോട് കുറെ വട്ടം പറഞ്ഞതാണ്. പറയുക മാത്രമല്ല, അവളെ നന്നായി നോക്കിയിട്ടുമുണ്ട്. പക്ഷേ മാലിനിക്ക് തീരെ ക്ഷമയുണ്ടായില്ല. എങ്ങനെയെങ്കിലും ശാന്തിയെ വഴക്ക് കേൾപ്പിക്കാനാണ് മാലിനി ശ്രമിച്ചിരുന്നത്. അതുകൊണ്ടാണ് ദിവസങ്ങൾ പോകുന്തോറും മാലിനിയോടുള്ള ഇഷ്ടം ശാന്തിക്ക് കുറഞ്ഞു തുടങ്ങിയത്. എന്റെ അമ്മ ഉണ്ടായിരുന്നെങ്കിൽ എന്നെ നന്നായി നോക്കിയേനെ. ഞാൻ എന്ത് ചോദിച്ചാലും വേണ്ട എന്ന് പറയാതെ വാങ്ങി തരുമായിരുന്നു. എനിക്ക് അമ്മയില്ലല്ലോ, പിന്നെ ഞാൻ ഇളയതുമല്ലേ. അതുകൊണ്ട് എന്നെ സ്നേഹത്തോടെ അമ്മയെപ്പോലെ നോക്കാൻ ആരുമില്ല. ഇങ്ങനെ മാലിനി സങ്കടപ്പെടുന്നു. മാലിനി സങ്കടപ്പെടുന്നതായി അഭിനയിക്കുകയായിരുന്നു. പക്ഷെ അവൾക്ക് സങ്കടമുണ്ടായിരുന്നില്ല. അവളെ ശാന്തി നോക്കുന്നുണ്ടോ എന്ന് നോക്കിയാണ് അവൾ സങ്കടപ്പെടുന്നത്. ശാന്തിയുടെ അമ്മയെപ്പോലെയുള്ള മനസ്സിന് മാലിനിയുടെ വിഷമം സഹിക്കാൻ പറ്റുന്നില്ലായിരുന്നു. മാലിനിയുടെ അടുത്തേക്ക് ശാന്തി പോയി. എന്നിട്ട് തോളത്ത് കൈവച്ച് ആശ്വസിപ്പിക്കുന്നു. വിഷമിക്കല്ലേ, ഞാനില്ലേ നിനക്ക്. വേണ്ട എന്ന് പറഞ്ഞ കാര്യങ്ങൾ മനഃപൂർവ്വം ചെയ്യും. പിന്നെ എന്തെങ്കിലും പറഞ്ഞാൽ ദേഷ്യം. എന്നോട് ക്ഷമിക്കുക. ഞാൻ ചെയ്തത് തെറ്റാണ്. ചില സമയത്ത് എന്റെ തല തിരിഞ്ഞു പോകും. എനിക്ക് എന്താ എന്നറിയില്ല. അറിയാതെ ചെയ്തു പോയതാണ് ചേച്ചി എന്ന് പറഞ്ഞ മാലിനി കരയാൻ തുടങ്ങി. ഇതൊക്കെ ശാന്തി വിശ്വസിക്കുന്നു. ശരി മോളെ, കരയല്ലേ. നീ കരയുന്നത് എനിക്ക് സഹിക്കില്ല. നമുക്ക് പോയിട്ട് അച്ഛൻ വരുന്നതിന് മുന്നേ വരണം. എന്തു പറയുന്നു? ശരി ചേച്ചി, ചേച്ചി പറയുന്നത് പോലെ പോയിട്ട് അച്ഛൻ വരുന്നതിന് മുന്നേ വരാം. ശാന്തി തുണികൾ കഴുകി ഉണക്കാനിടുന്നു. എന്നിട്ട് രണ്ടുപേരും കൂടി വീട്ടിൽ നിന്ന് ഇറങ്ങുന്നു. ഇങ്ങനെ നടന്ന് നടന്ന് അവർ മലയിലെ ദേവിയുടെ അടുത്തെത്തുന്നു. ദേവി കുറെ അത്ഭുതങ്ങൾ ചെയ്യുമെന്ന് വിശ്വസിച്ച് കുറെ ആളുകൾ അവിടെ പ്രാർത്ഥിക്കാറുണ്ട്. മാലിനിയും ശാന്തിയും മലയിലെത്തി മലയിലെ ദേവിയോട് പ്രാർത്ഥിക്കുന്നു. ദേവി, എന്റെ അനിയത്തിക്ക് നല്ല ബുദ്ധി കൊടുക്കണേ. എന്റെ അച്ഛനെ നന്നായി നോക്കണേ. എന്റെ അനിയത്തിക്കും അച്ഛനും ഒന്നും ഉണ്ടാവാതെ നോക്കണേ. എന്റെ അമ്മയെ കൊന്ന ശാന്തിയെ കൊല്ലാൻ എനിക്ക് അവസരം തന്നതിന് നന്ദിയുണ്ട് ദേവി. ഇങ്ങനെ മാലിനി പറഞ്ഞു. രണ്ടു സഹോദരിമാരും ദേവിയുടെ മുന്നിൽ കൈകൂപ്പി പ്രാർത്ഥിക്കുകയായിരുന്നു. ചേച്ചി, അവിടെ മലയുടെ അറ്റത്തേക്ക് പോയി നോക്കാം. വാ മോളെ, നോക്കാം. രണ്ടു സഹോദരികളും ഒരുമിച്ച് മലയുടെ അറ്റത്ത് വന്ന് നോക്കിയിരിക്കുകയായിരുന്നു. അവിടുത്തെ കാലാവസ്ഥ ഭയങ്കര നിശബ്ദവും സുന്ദരവുമായിരുന്നു. ശാന്തി ചുറ്റും നോക്കി സന്തോഷിച്ചു. ഇതാണ് ശരിയായ അവസരം എന്ന് മാലിനി ആലോചിക്കുന്നു. പിന്നിലേക്ക് മാറി അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി. അവിടെ ആരും ഉണ്ടായിരുന്നില്ല. അവിടെ ഭയങ്കര നിശബ്ദമായിരുന്നു. മാലിനിയെ ശാന്തി പിന്നിൽ നിന്നും തള്ളിയിടുന്നു. ശാന്തി താഴേക്ക് വീഴുന്നു. അത് കണ്ട് മാലിനി ചിരിക്കുന്നു. ശാന്തിയെ നോക്കി ശാന്തിയെ നോക്കി മാലിനി ടാറ്റ പറയുന്നു. ഗോപയ്യ ജോലി കഴിഞ്ഞ് വീട്ടിൽ വരുന്നു. വീട്ടിൽ കുട്ടികളില്ല, പൂട്ടിയിട്ടിരിക്കുന്നു. ഗോപയ്യ ഞെട്ടിപ്പോകുന്നു. സമയം കളയാതെ അപ്പുറത്തെ പാർവതിയെ വിളിക്കുന്നു. പാർവതിയും വീട്ടിലില്ല, വീട് പൂട്ടിയിരിക്കുകയാണ്. ചിലപ്പോൾ പാർവതിയുടെ കൂടെ പുറത്തു പോയതാവും എന്ന് കരുതുന്നു. പെൺകുട്ടികളല്ലേ, എല്ലാ കാര്യങ്ങളും അച്ഛനോട് പറയാൻ പറ്റില്ലല്ലോ എന്ന് വിചാരിച്ച് പുറത്തെ കട്ടിലിൽ ഉറങ്ങുന്നു. ജോലി കഴിഞ്ഞ് ക്ഷീണം കാരണം അങ്ങനെ ഉറങ്ങി. ഇരുട്ടായി. മാലിനി കരഞ്ഞുകൊണ്ട് വീട്ടിൽ വരുന്നു. കട്ടിലിൽ ഇരുന്നു കൊണ്ട് കരയുന്നു. ചേച്ചി, ചേച്ചി എവിടെയാണ്? കരയുന്ന മാലിനിയുടെ ശബ്ദം കേട്ട് ഗോപയ്യ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുന്നു. എന്തു പറ്റി മോളെ, എന്തിനാ കരയുന്നേ? അച്ഛാ, ചേച്ചി മലയുടെ മേലിൽ നിന്ന് താഴേക്ക് വീണു. അത് കേട്ട് ഗോപയ്യ ഞെട്ടി. മാലിനി പറയുന്നത് മനസ്സിലാവുന്നില്ല. ഇത് സത്യമല്ല, കള്ളമാവണം എന്ന് ഗോപയ്യ മനസ്സിൽ വിചാരിച്ചു. എന്തു പറ്റി മോളെ? സത്യമാണോ? മലയുടെ മേലെ നിന്ന് എങ്ങനെയാ വീണത്? മാലിനി
സ്വയം ഒരു കുഴപ്പവും ഉണ്ടാകാതിരിക്കാൻ വേറെ കഥ പറയുന്നു. ഗോപയ്യയോട് കള്ളം പറയുന്നു. ഞാൻ പുറത്ത് കൂട്ടുകാരുടെ കൂടെ കളിക്കുകയായിരുന്നു. ചേച്ചി അടുത്തേക്ക് വന്നു. മലയിലെ ദേവിയുടെ അടുത്ത് പോയി പ്രാർത്ഥിച്ചിട്ട് വരാമെന്ന് പറഞ്ഞു. ഞാൻ വേണോ എന്ന് കുറേ പറഞ്ഞു, പക്ഷെ കേട്ടില്ല. മലയുടെ മേലെ വന്നപ്പോൾ കാൽ വഴുക്കി വീണു. എപ്പോഴാണ് മോളെ? നമുക്ക് മലയുടെ മേലേക്ക് പോവാം. വേറെയൊന്നും പറയാതെ മാലിനി അവിടുന്ന് ഗോപയ്യയും കൂട്ടി മലയുടെ മേലേക്ക് പോയി. അവിടെ മാലിനി നിന്ന സ്ഥലത്തു നിന്ന് ശാന്തി വീണ സ്ഥലം കാണിച്ചു കൊടുക്കുന്നു. അവിടെ ആ സ്ഥലം കണ്ടിട്ട് ഗോപയ്യ വിഷമിക്കുന്നു. മലയുടെ മേലെ നിന്ന് വീണ ശാന്തി രക്ഷപ്പെടുമോ ഇല്ലയോ? നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക. നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ. ഇതുപോലെയുള്ള ഇനിയും രസകരമായ കഥകൾക്ക് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കീപ് വാച്ചിങ്.